ടെർബോ ജോസ് എന്ന ക്യാരക്ടർ മമ്മൂക്ക ചെയ്യുമ്പോൾ മമ്മൂക്ക നമ്മൾ ഇത്രയും നാൾ ഇപ്പൊ ഷൈലോക്ക്, രാജമാണിക്കം, അതുപോലെ മമ്മൂക്ക പോക്കിരിരാജ് ഒത്തിരി ഭയങ്കര മാസ് പടങ്ങൾ ഇട്ടു. ഷൈലോക്ക് എന്നൊക്കെ പറയുന്നത് ആ ബാക്കിൽ കാണുന്ന കറുത്ത ഷർട്ട്, അത് കാണുമ്പോൾ എനിക്ക് ഷൈലോക്ക് ഓർമ്മ വരുന്നത്. അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ടെർബോയിലെ ജോസ് എന്ന ക്യാരക്ടർ? ഇതിന്റെ സിനാരിയോ ആണ്. ആ സിനിമകളിൽ ആ ക്യാരക്ടേഴ്സ് സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളല്ല ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് ടോട്ടലി ടെർബോ ജോസിന്റെ ചെന്നപ്പെടുന്ന സാഹചര്യങ്ങളും ക്യാരക്ടേഴ്സും എല്ലാം ടോട്ടൽ അത് തന്നെയാണ് ഈ പടത്തിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ അത് നോക്കി കഴിഞ്ഞാൽ ഒരു സിമിലർ ടെംപ്ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ആ ഒരു മാസ് മസാല ജോണർ സിമിലർ ആണ്. പക്ഷെ ടെർബോ ജോസ് അവരാരും ഷൈലോക്ക് ചെന്ന് പെട്ട സ്ഥലത്തോ രാജമാണിക്യം ചെന്ന് പെട്ട സ്ഥലത്തോ പോക്കിരിരാജയിലെ അത് ആ സിനാരിയോ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആറ്റിറ്റ്യൂഡ് എന്താ പറഞ്ഞ ആ ഒരു ഒരു മാച്ചോ ഇതുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ടെർബോ എന്ന് പേരിട്ടിരിക്കുന്നത്. ടെർബോ എഞ്ചിൻ ഓൺ ചെയ്ത പോലെ ഇരിക്കും, അതുകൊണ്ടാണ് ടെർബോ ജോസ് എന്ന് പേരിട്ടിരിക്കുന്നത്. അതെ, അട്ടി തുടങ്ങിയാൽ ആ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് ട്രെയിലറിൽ തന്നെ പറയുന്നില്ലേ, ഞാനിവിടെ വീഴുവാണേ എൻ്റെ കൂടെ ഒരു 10-15 പേരും കൂടി ഉണ്ടാവും എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ടെർബോ ജോസിന്റെ ആറ്റിറ്റ്യൂഡ്. പുള്ളിയുടെ ഇതിൻ്റെ അകത്ത് പുള്ളി മീറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും പുള്ളി ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതാണ് ടെർബോ എന്ന് പറഞ്ഞപ്പോൾ സിനിമയും വ്യത്യസ്തമാക്കുന്നത്. മമ്മൂക്കാന്റെ കൂടെ അതിനകത്ത് നിങ്ങൾ ഒരാളായിട്ട് അഭിനയിക്കാൻ, മമ്മൂക്കാന്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയെന്നാണ്. പക്ഷെ അഭിനീഷ് ചേട്ടന്റെ രീതിയിൽ എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ? ചുമ്മാ സെറ്റ് ചെയ്ത് ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു പ്രിപ്പറേഷൻസ് വല്ല എടുത്തായിരുന്നു? ബിക്കോസ് പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എൻ്റെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ആ ഒരു സ്ലാങ് ഇടുക്കി ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ്. ചെറുതായിട്ട് എനിക്ക് ആ ഫ്ലേവർ വന്നാൽ മതി, ജസ്റ്റ് ഒന്ന് ആ സ്ലാങ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് അത് സംസാരിക്കേണ്ട കാര്യമില്ല, ആ ഒരു ഫ്ലേവർ വന്നാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പൊളിയാറുണ്ട് അവിടെ ചെന്ന്. കാരണം അപ്പൊ ഡയറക്ടറിന് എന്താ വേണ്ടത്, ഡയറക്ടർ പറയുന്ന പോലെ. പിന്നെ അത്ര വലിയ അതിൻ്റെ ക്യാരക്ടർ ഇപ്പം ആടുജീവിതം പോലത്തെ ഒരു ക്യാരക്ടറാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാടുണ്ട് എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഭയങ്കര നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തലങ്കം വിലങ്കം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഭീമന്മാരുള്ള സമയത്ത് ഞാനവിടെ ചെല്ലുന്നു. ഇത് സ്വീകരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടർ സക്സസ്ഫുൾ ആയിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ എൻ്റെ 50% ക്രെഡിറ്റ് ഗോസ് ടു ഐഷാഘേട്ടൻ അത്രത്തോളം ഇൻപുട്ട് തന്നിട്ടുണ്ട്. മിഥുൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും വലിയൊരു ഞാൻ പലപ്പോഴും വന്നു പോകുമായിരുന്നു, സ്ഥിരമായിട്ടുണ്ടാവാറില്ല, പലപ്പോഴും ആവശ്യമനുസരിച്ചിട്ട് വന്നു പോകുമായിരുന്നു. നമ്മുടെ ബിഗ് ബിക്കകത്ത് മമ്മൂക്ക ചേട്ടനും ബാക്കി അനിയന്മാരുമാണ് ബിഗ് ബിക്കകത്ത്. ഇതിൽ വരുമ്പോ മമ്മൂക്ക എനിക്കൊന്ന് ചേട്ടനല്ലെന്ന് തോന്നുന്നു അല്ലെ, കൂട്ടുകാരൻ ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്ന ഇതാണ്. ആ നാട്ടിലെ ഒരു പ്രമുഖ ചേട്ടനാണ് ടെർബോ ജോസ്. പിള്ളേരെന്ന് പറയുമ്പോ നിങ്ങൾ ഒരു ജീപ്പില് എപ്പോഴും നിങ്ങളെ ഉള്ളല്ലോ, നിങ്ങളാണോ ഫുൾ ടൈം ജീപ്പിലുള്ളത്? അത് ടെർബോ ജോസ് ജീപ്പിന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ടെർബോ ജോസിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരു പ്രധാന ക്യാരക്ടറാണ് ജെറി എന്ന് പറയുന്നത്. വേറെയും സുഹൃത്തുക്കളുണ്ട്. ഇതിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ചേട്ടനനിയൻ ബന്ധമുണ്ട്. അതെ 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 പിന്നെ ഇതിൻ്റെ അകത്ത് നത്ത്, നമ്മുടെ എബിൻ ഒരു ക്യാരക്ടർ, ഈ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരുടെ പേരുണ്ട് ആദർശ്. ഇതിൻ്റെയൊക്കെ RDXന്റെയും കാതലിൻ്റെ ഒക്കെ കോറൈറ്റർ ആയിട്ടുള്ള ആദർശ് ഉണ്ട്. രാഹുൽ എന്ന് പറഞ്ഞ നമ്മുടെ കൃഷ്ണാന്തിന്റെ പടത്തിലെ ആംഫിബിയനായിട്ട് അഭിനയിച്ചില്ല, ആവാസ വ്യൂഹത്തിൽ. കൃഷ്ണാന്തിന്റെ പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. വൃത്താകൃതിയിലുള്ള ചതുരത്തിലൊക്കെ മെയിൻ ക്യാരക്ടർ ചെയ്ത രാഹുൽ. ഞങ്ങളാണ് ഒരു ടെർബോ ജോസിന്റെ ഗ്യാങ്ങിലെ മെയിൻ കോർ മെമ്പേഴ്സ്. അതാണ് ഇപ്പൊ തൽക്കാലം ഇപ്പൊ പറയാൻ. അതെ അതെ, ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അത് അപ്പം അതാണ് എനിക്ക് ഇതിന്റെ അകത്ത് പറയാനുള്ള കാര്യമല്ലേ.